വെൽക്കം ടു യൂട്യൂബ് ചാനൽ അറ്റീത നക്ഷത്രം. അപ്പോൾ നമ്മുടെ വീഡിയോന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനും മഞ്ജും അല്ലിക്കുട്ടിയും കൂടി പുറത്ത് പോവാണ് കേട്ടോ. അപ്പോൾ ഋതുക്കുട്ടനെയും തുമ്പിക്കുട്ടിയും കൂടി അംഗനവാടി കൊണ്ടാക്കിയിട്ട് അവരെ അംഗനവാടി കൊണ്ടാക്കിയിട്ട് നമുക്ക് പോകാൻ പറ്റൂട്ടോ. പിന്നെ എല്ലാവരും കൂടി നടന്ന് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനും അവളും കൂടി നടന്ന് ബസ്സൊക്കെ കയറിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ബസ്സിൽ കയറിയപ്പോൾ സീറ്റൊന്നും കിട്ടിയില്ല. മഞ്ജുവിനും അല്ലിക്കുട്ടിക്കും സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, എനിക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിന്നു കേട്ടോ. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ കിട്ടി. ക്ലിയർ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ബസ്സിൽ കയറിയപ്പോൾ ഒരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വീഡിയോസൊക്കെ എടുക്കാൻ അതിനൊക്കെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ബസ്സിലൊക്കെ കയറാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യട്ടെ എല്ലാവരും. അപ്പോൾ ഞങ്ങളിതാ ബസ്സിന് അല്ലിക്കുട്ടിനെ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഞ്ജുവിൻ്റെ മാലിൻ്റെ കൊക്കി പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കൊക്കി പുതിയ കൊക്കി മേടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൃശ്ശൂർ ഗോൾഡിലാണ് അവിടെ പോയിട്ടായിരുന്നു. ഇവിടെ നമ്മുടെ അടുത്താണ് കേട്ടോ. അപ്പോൾ അവിടെ പോയപ്പോൾ കൊക്കിയൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വലിയ കൊക്കിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറിയ കൊക്കി നമ്മൾ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മഞ്ജു നോക്കുന്ന സമയത്ത് ഞാൻ അല്ലിക്കുട്ടിനെ എടുത്ത് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ചെറിയ കൊക്കി, ഇതാണ് വലിയ കൊക്കി കേട്ടോ. അപ്പോൾ വലിയ കൊക്കി ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ അവൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് അന്വേഷിച്ച് അറിയണം കേട്ടോ. അതിൻ്റെ വിലയും അന്നത്തെ വിലയും എല്ലാം കേട്ടോ. അപ്പോൾ പിന്നെ ഋതുക്കുട്ടനും തുമ്പിക്കുട്ടിക്കും നല്ല പരാതി ഉണ്ടാവും, ഞങ്ങളെ കൊണ്ടുപോയില്ല പറഞ്ഞിട്ട് പരിഭവങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു 11 മണിയാകുമ്പോൾ പോയിട്ട് ഒരു ഉച്ചയാകുമ്പോഴാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോയി. പിന്നെ മേക്കാത് പിന്നെയും കുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ മേക്കാത് കുത്തിയില്ല കേട്ടോ. മൂക്ക് കുത്തിയത് എൻ്റെ അഴിഞ്ഞു കേട്ടോ. മൂക്ക് കുത്തിയത് അഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുതിയത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് നല്ല വേദന കൊണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ പുതിയ കളക്ഷനൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ എല്ലാവരും ഇങ്ങോട്ട് വരും. പിന്നെ എൻ്റെ വോയിസ് ഇഷ്ടപ്പെടുന്നവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്ക് എൻ്റെ വോയിസ് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെയാണ് കേട്ടോ. അപ്പോൾ പഴയ ഒരു ലോങ് വീഡിയോയിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഫസ്റ്റ് വ്ളോഗിലൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ചമ്മലാട്ടോ. ഈ വീഡിയോയിലൊക്കെ നല്ല വോയിസ് നല്ല രീതിയിൽ ഞാൻ നന്നായി സംസാരിക്കുമെന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം മേടിച്ചു. അപ്പോൾ ഒരു ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടായിരുന്നു കേട്ടോ. ഒരു ബൗള് പോലത്തെ ഒരു ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ബൗളായിരുന്നു കേട്ടോ. നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ശരി പറഞ്ഞ് ഞങ്ങൾ വരികയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ഒക്കെ ഞങ്ങളിവിടെ ഒരു പാലത്തിൻ്റെ അടുത്തുള്ളൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോ ഇഷ്ടപ്പെടുന്നവർ കമൻറ്റ് ചെയ്യുക. ഇതാണ് കേട്ടോ മഞ്ജുവിൻ്റെ കൊക്കി പൊട്ടിയതും ഇതാണ് പൊട്ടിയത് കേട്ടോ. നന്നായി പൊട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വിളക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ശരിയായില്ല. അപ്പോൾ ഇതാണ് പുതിയ കൊക്കി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ എല്ലാവരും. അപ്പോൾ അങ്ങനെ മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ബാങ്കിലേക്കൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ബാങ്കിലൊക്കെ പോയി വന്നു. പിന്നെ അങ്ങനെ വീട്ടിൽ വന്ന് അങ്ങനെ പുളിയൊക്കെ പെറുക്കാണ്ടായിരുന്നു. ഒരുപാട് പുളിയൊക്കെ വീഴാൻ തുടങ്ങി കേട്ടോ. കാറ്റുകാലമല്ലേ. അപ്പോൾ ഒരുപാട് പുളി നമ്മുടെ വീട്ടിന് പുറത്ത് വീഴാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ പെറുക്കി വെക്കും കേട്ടോ ഞങ്ങൾ. അപ്പോൾ അതങ്ങനെ പെറുക്കി വെച്ച് പിന്നെ പണിയെല്ലാം ഒരുക്കി കഴിഞ്ഞ ശേഷം എനിക്ക് ഡ്രസ്സുകളൊക്കെ കുറച്ച് അടിക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡ്രസ്സ് അടിക്കി ഞാനും ഋതുക്കുട്ടനും മഞ്ജു എല്ലാവരും കൂടി പോവാണ്. അപ്പോൾ നല്ലൊരു വൈബ് കണ്ടപ്പോൾ ഞാനൊരു വീഡിയോസൊക്കെ എടുത്താണ് കേട്ടോ. വൈകുന്നേരത്തെ ഒരു വൈബാണ് കേട്ടോ. ഇത് രാവിലെ പോലെ തോന്നും കേട്ടോ. ഇത് വൈകുന്നേരത്തെ ഒരു വൈബാണ് കേട്ടോ. നല്ലൊരു പാടമൊക്കെ കണ്ടപ്പോൾ നല്ലൊരു വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നടന്നിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഋതുക്കുട്ടനും തുമ്പിക്കുട്ടിനെ കൊണ്ട് നടക്കുക പറഞ്ഞാൽ പിന്നെ 4 മണിക്ക് പോയി 6 മണിക്ക് അവിടെ എത്തുള്ളൂ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനായി പോയിട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ ബൈ. ഇത്രയേ ഉള്ളൂ കേട്ടോ.